മോർഗൻ ഹൗസൽ നമ്മൾ സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കണമെന്നും നിലനിർത്തണമെന്നും ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാണ്. അയാളൊരു ഫേമസ് ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിനെ ആധാരമാക്കി നമ്മൾ മലയാളികൾ കേരളത്തിൽ എങ്ങനെയാണ് സ്വത്തുണ്ടാക്കുന്നതെന്നും എങ്ങനെയാണ് സ്വത്ത് നിലനിർത്തുന്നതെന്നും ഉള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യമായിട്ട് സമ്പത്ത് എന്ന് പറയുന്ന ഓരോ മനുഷ്യനും ഓരോ രീതിയിലാണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. പണ്ടുള്ള മനുഷ്യർ അഥവാ ഇപ്പോൾ വയസ്സായിട്ടുള്ള മനുഷ്യർ ആദ്യം നെല്ലായിട്ട് വെച്ചിരുന്നു, പിന്നീട് ഗോൾഡ് അങ്ങനെയുള്ള പല രീതിയിലും ഉണ്ടായിരുന്നു, പിന്നെ ക്യാഷ്. ഇപ്പം അവരങ്ങനെ അത് അക്യുമുലേറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ ഉള്ള കുട്ടികൾ, പ്രത്യേകിച്ച് 2018 ഒരു വെള്ളപ്പൊക്കം കൂടി കണ്ടതോടുകൂടി കിട്ടുന്നതെല്ലാം ചിലവാക്കാം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഹൗസലിൻ്റെ ഒരു ചിന്താഗതി അനുസരിച്ചിട്ട് നമ്മൾ ഇതിന് രണ്ടിനും ഇടയ്ക്ക് ഒരു ബാലൻസാണ് വെക്കേണ്ടത്. അത് ബാക്കിത്തെ പോയിന്റ്സ് കൂടി പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ലക്കിനും റിസ്കിനും ഒരു പ്ലേ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിക്കുള്ള ഒരു ഇൻകം എന്ന് പറയുന്നത് കേരളത്തിന് പുറത്തുനിന്ന് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുനിന്ന് നമുക്ക് വരുന്ന, കേരളത്തിലേക്ക് വരുന്ന ഫണ്ടാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതാണ് കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അത് ഇപ്പോൾ നമ്മളത് ഇപ്പോൾ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ പഴയ ബിസിനസ്സുകൾ തന്നെ ഇന്നും അത് നന്നാവണമെന്നില്ല. അപ്പോൾ വയസ്സായിട്ടുള്ളവർ കൂടി വരികയാണ്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ബിസിനസ് നമ്മൾ കണ്ടു തുടങ്ങിയാൽ വിജയിക്കാം. അല്ലെങ്കിൽ പുതിയ ടെക്നോളജി എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെയാണ്. IT-യുടെ കാലം കഴിയുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ആ രീതിയിൽ ചിന്തിച്ചുള്ള ബിസിനസ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് കേരളത്തിൽ ഇരുന്ന് തന്നെ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റോക്സിൽ. അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ആ ലക്കും റിസ്ക്കും നമുക്ക് ഒരു ബാലൻസിങ് ആക്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്. പിന്നെ ഒരു കോമ്പൗണ്ടിങ് ഓഫ് മണി. ഇപ്പം നമ്മൾ ഇൻട്രസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത് ഉയരുന്നത് ഒരു ഹയർ ആക്സലറേഷനിലാണ് അത് ഉയരുക. അപ്പം അതാണ്. അപ്പം അത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു യൂത്ത് ഒരു 30% സേവ് ചെയ്യാൻ തീരുമാനിച്ചാൽ വയസ്സാകുമ്പോഴത്തേക്കും അത് കൂടുന്നത് ഒരു ലീനിയർ ആയിട്ടല്ല, ഇങ്ങനെ കോമ്പൗണ്ടിങ് ആയിട്ട് ആണ് കൂടുക. അതാണ് ഇപ്പം അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതും പ്രാധാന്യമാണ്. ഏറ്റവും റിസ്ക് എന്ന് പറയുന്നത് ഇക്വിറ്റി തന്നെയാണ് നമുക്കിവിടെ കേരളത്തിൽ സ്വസ്ഥമായിട്ടിരുന്ന് ചെയ്യാവുന്ന. പിന്നെ മ്യൂച്വൽ ഫണ്ട്, PPF, NPS, ഗോൾഡ് ബോണ്ട് റിസ്ക് കുറഞ്ഞാണ് വരിക. പിന്നെ ഗവൺമെൻറ് ബോണ്ട്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും സ്റ്റേബിളാണ്, പക്ഷേ ഇൻട്രസ്റ്റ് കുറവായിരിക്കും. പിന്നെ നമ്മൾ പണം ഉണ്ടാക്കി എന്ന് വിചാരിക്കുക, ചെറിയ രീതിയിലോ വലിയ രീതിയിലോ പണം ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. ആ പണം നിലനിർത്തുക എന്ന് പറയുന്നത് വേറൊരു സ്കില്ലാണ്. അപ്പോൾ അതിനകത്ത് ഹൗസലിൻ്റെ പോയിന്റ്സിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈല് ഫ്ലാഷി ആക്കി കഴിഞ്ഞാൽ അതൊരു എക്സ്പെൻസാണ്. അത് അവോയ്ഡ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ക്വാളിറ്റി ലൈഫ് ആവശ്യമുള്ള കാര്യങ്ങളിൽ നമ്മൾ ചിലവാക്കുക. പിന്നെ ഒരു ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാവാം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തുണ്ടാവാം. ഇപ്പോൾ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വരൾച്ച അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കും അത് ഫേസ് ചെയ്യേണ്ടതാണ്. ഒരു യുദ്ധം ഉണ്ടായി എന്ന് വിചാരിക്കുക, സാധ്യതയില്ല. പക്ഷെ അതൊക്കെ മുന്നിൽ കണ്ടിട്ട് വേണം തീരുമാനിക്കാൻ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു മലയോരത്ത് താമസിക്കുന്ന ഒരാൾ അത് അവിടെ തന്നെ താമസിക്കണം എന്ന് ശാഠ്യം പിടിക്കാതെ അതിനൊരു വേറൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചിന്തിച്ച് നോക്കണം. അതേപോലെ തന്നെ ലോ ലൈങ് ലാൻഡ്സ് പലതും ഇനി കുറേ നാൾ കഴിയുമ്പോൾ ജീവിക്കാൻ വയ്യാതാവും എന്ന് പ്രഡിക്ഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കാതെ
മാറാനായിട്ട് നമ്മളെപ്പോഴും മാറ്റം അംഗീകരിക്കണം. അതാണ് അതിൻ്റെ ഏറ്റവും ആവശ്യകത. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളോ ഒക്കെ ഡെപ്റ്റ് കടം ഒത്തിരി കൂടുതലാണെങ്കിൽ അതിന് റിസ്ക് ഉണ്ട്. ഇപ്പം ഈവൻ ഗവൺമെൻറ് തന്നെ ഒത്തിരി കടമെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഒത്തിരി കടമെടുത്തിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് റിസ്ക് ഉണ്ട്. അപ്പം അത് നിലനിന്നേക്കില്ല ആ സിസ്റ്റം. അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനം ജീവിതകാലം മുഴുവൻ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. കിട്ടാം, പക്ഷെ നമ്മളതിന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ തന്നെ അതിൻ്റെ സേവിങ്സ് തുടങ്ങി വെക്കണം. അതൊരു കോമ്പൗണ്ടിങ്ങിലേക്ക് പോയാൽ അതിനൊരു സൊല്യൂഷനാകും. പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ടൈം വൈസ് ഫ്രീഡം വേണം. ടൈം വൈസ് ഫ്രീഡം എന്ന് പറയുമ്പോൾ നമുക്കത് അപ്ലൈ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ, കേരളത്തിലെ ജീവിതത്തിൽ അപ്ലൈ ആവുന്ന, നമുക്ക് വയസ്സായിട്ടുള്ള ഒരു കാലത്ത് നമുക്ക് ഇൻകം കിട്ടാത്ത ഒരു അവസ്ഥയുണ്ടാവാം. അപ്പം അതിനകത്ത് ഇപ്പം കെട്ടിടം പണിയുക എന്നുള്ളതൊരു സൊല്യൂഷനാണ്. പക്ഷെ ഇപ്പം കെട്ടിടം പണി വാടകയ്ക്ക് കൊടുക്കുന്നത് ഒരു ലാഭമല്ലാത്തൊരവസ്ഥയിലേക്ക്. അപ്പം നമുക്ക് അങ്ങനെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ, ഇപ്പം സെബിയുടെ തന്നെ REIT എന്ന് പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഇൻഫ്രാസ്ട്രക്ചർ മ്യൂച്വൽ ഫണ്ട്സ് ആണത്. പക്ഷെ അത് ഡിഫറെൻ്റ് ആണ്. അതെന്ന് വെച്ചാൽ അവരുടെ ഇൻകത്തിൻ്റെ 90% ഇൻവിറ്റ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. ഇതൊക്കെ വലിയ കമ്പനികൾ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് വലിയ ഷോപ്പിംഗ് മാളോ അല്ലെങ്കിൽ IT പാർക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരതിൻ്റെ എടുക്കുന്നതിൻ്റെ ലാഭം 90% ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് നിയമമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അതൊരു പാസീവ് ഇൻകം ആയിരിക്കും, മോർ ഓർ ലെസ് സ്റ്റേബിളും ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുക. അതാണ് ഫ്രീഡം. നമുക്ക് ഫ്രീഡം വരണം ടൈം വൈസ്. പിന്നെ പറയുന്നത് ഒരു ഹിഡൻ വെൽത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അൺസ്പെൻഡ് ക്യാഷ്. നമ്മൾ സമ്പാദിക്കുന്നത് മാത്രമല്ല, ചിലവാക്കുന്നത് കുറച്ച് കഴിഞ്ഞാലും നമുക്ക് സമ്പത്ത് കൂടി വരും. അപ്പോൾ ആ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ അതാണ് നമ്മുടെ ബേസിക്കലി നമ്മുടെ സേവിങ്സ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം പണ്ട് ഗോൾഡിലായിരുന്നു. അപ്പോൾ ഗോൾഡിലാവുമ്പം നമ്മൾ വാങ്ങുമ്പം അതിനൊരു പണിക്കൂലി, പണിക്കുറവ്, അങ്ങനെ പലതും വരും. അതേപോലെ തന്നെ ടാക്സ് അടയ്ക്കണം. പക്ഷെ അതിന് പകരം ഇന്നത്തെ കാലത്ത് ഗോൾഡ് ETF-നെ കുറിച്ച് ചിന്തിക്കാം. ഗോൾഡ് ETF എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ വരുന്നത്, നമ്മൾ അതിനകത്ത് എന്തെങ്കിലും വാങ്ങുകയും വിൽക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ലാഭത്തിൽ ഇൻകം ടാക്സ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത് അക്യുമുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗോൾഡിന് കൂടുന്നതനുസരിച്ചിട്ട് അതും കൂടും. പിന്നെ നമ്മുടെ ചില ഹാബിറ്റ്സാണ് ഹിഡൻ വെൽത്ത് കൂട്ടുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൂട്ടുകാരൻ ചെയ്തു എങ്കിൽ ഞാനും ചെയ്യാം എന്നല്ല വിചാരിക്കുന്നത്. നമ്മളത് പഠിച്ച് നമുക്കത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ബാക്കിയുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത്. അയൽവക്കക്കാരൻ അല്ലെങ്കിൽ ചേട്ടൻ വലിയ വീട് പണിതു, അതുകൊണ്ട് ഞാൻ വലിയ വീട് പണിയണം, അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും, അങ്ങനെയുള്ള കമ്പാരിസൺ നമ്മൾ ഒഴിവാക്കണം. പിന്നെ നമ്മളെപ്പോഴും ചിന്തിക്കുമ്പം ഹ്രസ്വകാലത്തേക്കല്ല, 10 കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ വയസ്സാവുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ആ രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ഒരു ഹിഡൻ വെൽത്തായിട്ട് മാറും എന്നാണ് പറയുന്നത്. പിന്നെ ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രീഡം ഫ്രം ഫിനാൻഷ്യൽ സ്ട്രെയിൻ. അതായത് നമുക്ക് വലിയ കടമുണ്ടെങ്കിൽ നമ്മൾ അത് എത്ര ചെറുതായി എടുത്താലും നമുക്കൊരു സ്ട്രെസ് നമ്മുടെ തലയിലുണ്ടാവും. അതാണ് ഒഴിവാക്കേണ്ടത്. പറ്റുന്നിടത്തോളം നമ്മൾ കടമെടുക്കാതെ ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ആദ്യം ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക, ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. അതാണ് പച്ചയായിട്ടുള്ള പരമാർത്ഥം. അതിനുശേഷം നമ്മൾ 2 കാലിൽ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാം. ഇത് പറയുമ്പം നമ്മുടെ പിള്ളേരുൾപ്പെടെയാണ് പറയുന്നത്. ഒരു കുട്ടിയെ നമുക്ക് എക്സ്പെൻസീവായിട്ടുള്ളൊരു എഡ്യൂക്കേഷന് വിടാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നമുക്കത് പറ്റുന്നതാണെങ്കിലേ ചെയ്യാവുള്ളൂ.
കാരണം ഒന്നാമത്തെ കാര്യം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ രീതി തന്നെ മാറി. ഇനിയത്തെ കാലത്ത് സ്കിൽസാണ് വേണ്ടത്. എഡ്യൂക്കേഷൻ നമ്മൾ ഒത്തിരി രൂപ കൊടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയത് കൊണ്ട് ഒരു ജോലി ജീവിതകാലം മുഴുവൻ കിട്ടുകയില്ല. അപ്പോൾ സ്കിൽസ് കിട്ടിയാലാണ് ഇന്നിപ്പം എന്ത് പഠിക്കാനാണെങ്കിലും ഫ്രീ ആണ്. നമുക്കൊരു ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ എന്തും പഠിക്കാം. ആ ഒരു അവസ്ഥയാണ് ഇപ്പം. അതുകൊണ്ട് കയ്യിലൊതുങ്ങുന്ന കാര്യങ്ങളെ ചെയ്യാവുള്ളൂ. അതുപോലെ നമ്മുടെ വയ്യാത്ത കാലത്തേക്കുള്ളത് വെച്ചിട്ടേ പിള്ളേർക്ക് കൊടുക്കാവുള്ളൂ. അതിനുശേഷം എല്ലാം കൂടെ കൊടുത്തിട്ട് അവർ നോക്കുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണമൊന്നുമില്ല. അത്ര നല്ല കാര്യമല്ല. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വേറെ എൻ്റെ സ്വന്തക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പോളിസി എടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോ പറയാൻ പഠിക്കുക. അത് നമ്മുടെ അവസ്ഥയിൽ അത് പറ്റുകയില്ല എന്ന് പറയുന്നതിനാണ് ലേൺ ടു സേ നോ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സ്പെൻഡിങ്ങിന് നമ്മൾ തന്നെ ഒരു ബൗണ്ടറി ഇടാൻ പഠിക്കുക എന്നുള്ളതാണ് അത്. പിന്നെ ഏറ്റവും നേരത്തെ മുതൽ സേവ് ചെയ്യാൻ തുടങ്ങിയാൽ അത് കോമ്പൗണ്ടിങ് വെൽത്തിലേക്ക് വരും. നല്ലൊരു വെൽത്തായിരിക്കും നമുക്കുണ്ടാവുക. ഫൈനലി പറയാം, സ്വന്തം സ്വാതന്ത്ര്യത്തിനുള്ള സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടാകുക എന്നുള്ളത് നല്ല കാര്യമാണ്. അത് ആണ് നമുക്ക് സ്വാതന്ത്ര്യം വേണം, ഇന്നാണെങ്കിലും നാളേക്കും. താങ്ക് യു.